ഇവൻസ് MSMPയുടെ കേട്ടോ. അപ്പം അമ്മ നാട്ടിൽ ഇന്നാണ്ട് ഫുട്ബോളിന്റെ ഫൈനൽ. ചില കാലത്ത് നമുക്ക് ഇതുവരെ കളിക്ക് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ടിക്കറ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ പുതിയ സ്റ്റേഡിയത്തിലേക്ക് കാണും കേട്ടോ. അങ്ങനെ സ്റ്റേഡിയത്തിൽ എത്തിയപ്പോഴാണ് നമ്മളെ ഒപ്പം പഠിച്ച അജ്മീറിലെ ആദ്യം കണ്ടു കേട്ടോ. അങ്ങനെ ഉണ്ണിക്കോട്ടിന്റെ ആദ്യ ഗോൾ അടിച്ചിട്ടോ. ആദ്യ ഗോൾ അടിച്ചതിന് ശേഷം ഫീക്കിലൂടെ ചെല്ലക്കൊടി തിരിച്ചടിച്ചിട്ടോ ഗോള്. അങ്ങനെ ഒരു കളിക്കാനും പരിക്കേറ്റപ്പോൾ മുന്നേറി ഒരു സാധനം കൊണ്ട് വരുന്നിട്ടോ. പിന്നെ വെള്ളം കൊണ്ട് വീനും വരുന്നിട്ടോ. അങ്ങനെ പിന്നെ കളിൻ്റെ അടിയിൽ ചെറിയ കസപിസൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ പൊടി പാടുന്ന കളിയാണ് കേട്ടോ. മാസ്ക് ഇട്ടുകൊണ്ട് കഴിച്ചു കേട്ടോ. പിന്നെ കമ്മിച്ചിക്കായ ഉണ്ടോ ഇന്ന് കളിയാണ്ട്. അങ്ങനെ പനാറ്റി എത്തിയിട്ട് കളി. അങ്ങനെ ഉണ്ണിക്കുളം ജയിച്ചിട്ടോ. ഉണ്ണിക്കുളം ജയിച്ചപ്പോൾ പിന്നെ ഉണ്ണിക്കുളത്തിൻ്റെ ആവേശമായിട്ട് ഇവിടെ കാണുന്നത്. മെയിൻ കളി തുടങ്ങുന്ന മുമ്പ് പടക്കങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കണം. പിന്നെ കപ്പിൻ്റെ പ്രദർശനം കേട്ടോ വണ്ടിമേ വെച്ചിട്ട്. അങ്ങനെ പടക്കങ്ങൾ പൊട്ടിക്കൊണ്ടിരിക്കട്ടെ. അടിപൊളിയായിട്ട് ഏറെയും പിന്നെ കപ്പിൻ്റെ പ്രദർശനം നടന്നുകൊണ്ടിരിക്കട്ടെ. പടക്കത്തിൻ്റെ അടി മത്തോന്റെ കുറച്ച് അഭ്യാസങ്ങൾ കേട്ടോ. പിന്നെ പരിചയപ്പെടുന്ന രംഗങ്ങൾ കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ കളി തുടങ്ങിയിട്ട് രണ്ട് കൂട്ടി പൊടി പാടുന്ന അടിയാട്ടോ അടിക്കുന്നത്. ഏറെ നല്ല പൊടിയുണ്ട്. മാസ്ക് ഇട്ടുകൊണ്ട് കഴിച്ചിട്ടാ കേട്ടോ. പിന്നെ ഏതായി ഗോളുകൾ അടിച്ചുകൊണ്ടിരിക്കട്ടെ. ഗോളൊന്നും ആകുന്നില്ല കേട്ടോ. അങ്ങനെ ഏതായി തൂവിന്റെ ആദ്യ ഗോൾ കേട്ടോ ഫോണ്. പിന്നെ ഏക ഗോൾ വന്നപ്പോൾ കാണികളുടെ ആവേശം കൊണ്ട് ആൾക്കാർ മുന്നിൽ വന്നതാണ് കേട്ടോ. അങ്ങനെ സീറ്റിൽ നിന്ന് കേട്ടോ. പിന്നെ നമ്മൾ കളി കണ്ടപ്പോൾ പിന്നെ കളി കഴിയാനായിട്ട് കളി കഴിഞ്ഞപ്പോൾ തൂവിൻ്റെ ആവേശട്ടോ. അങ്ങനെ അതിവേഗത്തിൽ സ്റ്റേജ് കെട്ടുന്ന രംഗാണ് ഈ കാണുന്നത്. പിന്നെ തൂവിൻ്റെ ആവേശട്ടോ വേറെ ലെവലിൽ തന്നെ കേട്ടോ. അങ്ങനെ പിന്നെ അവാർഡ് കൊടുക്കുന്ന പരിപാടിയാണ് കേട്ടോ ബെസ്റ്റ് ആൾക്കാർക്ക്. അങ്ങനെ ആദ്യം ചെല്ലക്കൊടിക്ക് അവാർഡ് കൊടുക്കട്ടോ. ഓലാണ് കേട്ടോ അണ്ടർ-20 റണ്ണേപ്പായർ ഓലിക്ക് കപ്പും മെഡലൊക്കെ കൊടുത്തിക്കൊണ്ടിരിക്കട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ണിക്കുളാട്ടോ ഓലാട്ടോ വിന്നറായ. ഓലിക്ക് അവാർഡും മെഡലും കൊടുത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് പടക്കം ഓലെ കാണാനല്ലോ കേട്ടോ. കമ്മിറ്റിയുടെ വക നിസാറിന് ഒരു അവാർഡ് കിട്ടോ. പിന്നെ ബെസ്റ്റ് ഗോൾ കീപ്പർ പള്ളിപ്പാടിൻ്റെ കേട്ടോ. ഓനിക്കൊരു അവാർഡ് കിട്ടോ. പിന്നെ പള്ളിപ്പാടി ടീമിന് അവാർഡും കപ്പൊക്കെ കൊടുത്തിക്കൊണ്ടിരിക്കട്ടെ. പിന്നെ മെഡലും കാര്യങ്ങളും തൂവിന് കൊടുക്കട്ടോ. ഇവരാണ്ടോ ഒരു ഗോൾ അടിച്ച് വിന്നറായ ഒരു തൂര്. അങ്ങനെ ഇവനാണ്ടോ സഞ്ജീക്ക് പടക്കത്തിന്റെ തീയിട്ടുക പടക്കം പൊടിച്ച ആള് ഇവലാണ്ടോ ഇക്കൊല്ലത്തെ കമ്മിറ്റിക്കാരി പോലെയാണ്. പക്ഷെ ഈ കയറുമ്പോ ആ വൃത്തം നോക്കുന്നുണ്ട്. അങ്ങനെ മത്തോന്റെ അഭ്യാസങ്ങൾ കേട്ടോ. ഇങ്ങനത്തെ അഭ്യാസങ്ങൾ ഏത് രൂപത്തിലും പല രൂപത്തിൽ കാട്ടുന്ന ആൾക്കാർ ഇങ്ങനെ കാട്ടുന്നെങ്കിൽ കമന്റ് അടിക്കട്ടോ. ബാക്കി സബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലിട്ടോ.